പറയമ്മേ, എപ്പോഴാ അനിയൻ വരുന്നേ? അത് നമുക്ക് പിന്നെ തീരുമാനിക്കാം. മോളിപ്പോ അവിടെ ചെന്നിട്ട് ഡ്രോയിങ് ബുക്ക് എടുത്ത് കളർ ചെയ്യേ. ചെല്ല. അച്ഛൻ പറഞ്ഞത് കേക്ക് മോളെ, ചെല്ല. രണ്ടുപേരിങ്ങനെ ഞങ്ങളുടെ മുഖത്തോട്ട് നോക്കാതെ ചമ്മിയിട്ട് ഒരു കാര്യമില്ല. ഗൗരിമോള് പറഞ്ഞ കാര്യം സത്യം തന്നെയല്ലേ? ഒരനിയനെയോ അനിയത്തിയോ വേണമെന്ന് അവളും ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്കും ഗൗരിമോള് മാത്രം പോരല്ലോ. നീ ഒന്ന് പോയേ. ഇപ്പോഴത്തെ കാലത്ത് ഒരു കുഞ്ഞിനെ തന്നെ വളർത്താൻ വലിയ പാടാ. അപ്പോഴാ ഇനി ഒന്നും കൂടെ. ഗൗരിമോളുടെ പഠിത്തം, കരിയർ, ഭാവി ജീവിതം അതൊക്കെ ഞങ്ങൾക്ക് നോക്കണ്ടേ? തൽക്കാലം അതിലാണ് ഞങ്ങളുടെ ശ്രദ്ധ. മറ്റൊന്നും ഞങ്ങളിപ്പോൾ ആലോചിക്കുന്നില്ല. മോളെ, അവൻ പറയുന്നത് പോലെ നീ അതിനൊന്നും സമ്മതിക്കരുത്. ഒരു കുഞ്ഞു മാത്രമുള്ള വീടെന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് ജയില് പോലെയാ. കൂട്ടുകൂടാനും കളിക്കാനും ഓടിച്ചാടി നടക്കാനും തല്ലുകൂടാനും പരസ്പരം ഒരു വിഷമം വരുമ്പോ അതൊന്ന് പങ്കുവെക്കാനും അവർക്കൊരു കൂടപ്പിറപ്പ് വേണം. കൂട്ടുകാരിക്ക് അനിയൻ ജനിച്ചത് എത്ര സന്തോഷത്തോടെയാ ഗൗരിമോള് പറഞ്ഞെന്ന് കേട്ടില്ലേ? അവൾക്കും ഒരു കുഞ്ഞനിയും വേണമെന്ന് അവള് പറഞ്ഞില്ലേ? ഇനി അതിന് താമസിക്കരുത്. അമ്മേ, അത് പിന്നെ എനിക്കിനി കൂടുതലൊന്നും പറയാനില്ല. എന്തായാലും ഗൗരിമോൾക്ക് ഒരു അനിയനോ അനിയത്തിയോ വേണം. ഒരു കുഞ്ഞു വേണോന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. ദൈവങ്ങളോട് പ്രാർത്ഥിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇതുവരെ ദൈവം എന്റെ ആ പ്രാർത്ഥന കേട്ടിട്ടില്ല. ഗൗരിമോൾക്ക് ഒരു അനിയനോ അനിയത്തിയോ ഉണ്ടായാലും എനിക്കിത് എത്ര സന്തോഷാണെന്നറിയോ? ഒരു കുഞ്ഞുകൂടി വരുമ്പോ ഈ വീടിന്റെ അന്തരീക്ഷം ആകെ മാറും. അതിന്റെ കളിയും ചിരിയും കൊഞ്ചലും ഒക്കെ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. ഇനി ഞങ്ങളെ നിരാശപ്പെടുത്തല്ലേ മോളെ. അമ്മ ഇനി ഒന്നും പറയാൻ പോണ്ട. സമൃദ്ധയ്ക്ക് കാര്യമെല്ലാം മനസ്സിലായിട്ടുണ്ട്. ഉടനെ ഗൗരിമോൾക്ക് ഒരു അനിയനെയോ അനിയത്തിയോ നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ സമൃദ്ധ? ഈ അമ്മയുടെ എത്രയോ നാളത്തെ പ്രാർത്ഥനയാ മോളെ, അമ്മയുടെ അപേക്ഷ ഇത്. മരിക്കുന്നതിന് മുൻപ് എന്റെ ഈ ആഗ്രഹം മോള് നടത്തി തരണം. ഈശ്വര, ഇവരെന്തൊക്കെയാ പറയുന്നേ? എന്റെ ഗൗരിമോളെയും കൊണ്ട് ഞാൻ ഈ വീടിന്റെ പടിയിറങ്ങി പോകുന്ന ദിവസം ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് ഓർക്കുമ്പോ തന്നെ എനിക്ക് പേടിയാവാ.